ഒരു നെതറിനകത്ത് തോന്നിയ സ്ഥലത്തും കൊണ്ടാക്കാൻ പറ്റത്തില്ല. ബസാൾട്ട് ഡെൽറ്റ എന്ന് പറയുന്ന ആ ഒരു ബയോമിൽ മാത്രമേ ഈ ഒരു ഫാർമ് വർക്ക് ആവത്തുള്ളൂ. അവിടെ മാത്രമേ ആ ഒരു മാമ ക്യൂബ് മാത്രം സ്പോൺ ആവുള്ളൂ. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും സ്കെലിറ്റനും ആ ഒരു ഗാസും എല്ലാം സ്പോൺ ആവും. അപ്പൊ നമുക്ക് ഈ ഒരു സ്കൈ ബ്ലോക്ക് വീടിനകത്ത് ഈ ഒരു ഏരിയക്കകത്ത് ഒരു ബസാൾട്ട് ഡെൽറ്റ ഉണ്ട്. പക്ഷെ ഞാൻ ഇന്ന് വന്ന് നോക്കിയപ്പോൾ കാണുന്നത് ഈ ഒരു ബയോം നല്ല ചെറുതാണ്. നല്ല ചെറുതെന്ന് പറഞ്ഞാൽ നല്ല ചെറുത്. ഇതാ കണ്ട തീർന്ന ആ ബയോം. ഏകദേശം വെറും 10x10 ബ്ലോക്ക് മാത്രമുണ്ട് ഈ ഒരു ബയോം. അതെനിക്ക് തികയത്തില്ല. ഒരുപാട് സ്ഥലം ഇനിയും വേണം. കണ്ട ഈ ഒരു ചെറിയ ഐലൻഡിന് അയ്യോ ഏത് മൈൻക്രാഫ്റ്റ് അല്ലേ? എന്റെ ഫേവററ്റ് ഗെയിമാണ് മൈൻക്രാഫ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൈൻക്രാഫ്റ്റ്. ഞാൻ നല്ലോണം കളിക്കുക ഗെയിം. എനിക്ക് അങ്ങനെ മിസ്റ്റേക്ക് ഒന്നും എനിക്കങ്ങനെ മണ്ടത്തരമൊന്നും ഈ ഒരു വേടനകത്ത് ഇതുവരെ പറ്റിയിട്ടില്ല. മണ്ടത്തരോ ആർക്ക്? എനിക്ക് മൈൻക്രാഫ്റ്റിനകത്ത്. അതായത് ഞാൻ ഈ ഗെയിം കളിക്കാൻ വേണ്ടി ജനിച്ചതാണ് ഞാൻ. നീ എന്തോന്ന് പറയുന്നു? അത് അങ്ങനെയാണ്. ഇതാകണ്ട ഒരുപാട് സാധനമൊക്കെ എൻ്റെ ഉണ്ട്. മിസ്റ്റേക്ക് എനിക്ക് പറ്റാനാ അത് മൈൻക്രാഫ്റ്റിനകത്ത്. അയ്യേ, നീ ആരോടെ സംസാരിക്കുന്നതെന്ന് അറിയാമോ നിനക്ക്? ഇല്ല എനിക്കങ്ങനെ മണ്ടത്തരമൊന്നും അങ്ങനെ പറ്റാറില്ല. നേരത്തെ എൻ്റെ കണ്ണ് ചെറുതായിട്ടൊന്ന് ചെമ്മിപ്പോയത്. എനിക്കറിയാം, ഞാൻ കുറെ നേരം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനം തന്നെ ഇപ്പോഴും ഇടയിലോട്ട് പോയത്. ഇരീസ് അത് പോയാലും കുഴപ്പമൊന്നുമില്ല. കാര്യം എൻ്റെ ഒരുപാട് വില്ലേജർമാരുണ്ട് ആ ടൂൾസ് എല്ലാം എനിക്ക് തരുന്നത്. അതുകൊണ്ട് അത് കുഴപ്പമൊന്നുമില്ല. അതെല്ലാം ഞാൻ തിരിച്ചൊപ്പിക്കും പെട്ടെന്ന്. 2 ദിവസം എടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്തോന്ന് ഡെയിലി വീഡിയോ ഇടണമെന്നാ യൂട്യൂബിനകത്ത്? അതൊക്കെ അങ്ങ് മറന്നേരെ. അതിന്റെ ആവശ്യം നമുക്കില്ല. ഇനി ഒന്നും കൂടി ഇലക്ട്രോപ്പിക്കാൻ ഞാൻ എന്തോന്നും ചെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ല. എൻ്റെ കൂടെ കേട്ട എൻ്റെ ഐറ്റംസ് എല്ലാം എനിക്ക് തിരിച്ചൊപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മണ്ടത്തരം അത് എനിക്ക് എന്തോന്ന് പറയണ നീ? ഇതാ കണ്ട, ഞാൻ ബുക്കെല്ലാം ഞാൻ തിരിച്ചു വാങ്ങിച്ച്. ഇപ്പൊ ശരിയാവും നോക്കിയോ. കണ്ണടച്ച് തുറക്കുമ്പോൾ എല്ലാം തിരിച്ചു കിട്ടും സാധനമല്ല. എനിക്ക് വിഷമമൊന്നുമില്ല. ആര് പറഞ്ഞതായാലും നിന്റെ അടുത്ത് ചുമ്മാ പറഞ്ഞത്. മണ്ടത്തരം അത് എനിക്ക്. ഞാൻ എപ്പോഴും അലേർട്ടായിരിക്കും. ഞാൻ എപ്പോഴും മൈൻക്രാഫ്റ്റിനകത്ത് എപ്പോഴും അലർട്ടായിരിക്കും. കാര്യം അങ്ങനെ ഒരുപാട് സാധനമുണ്ട്. ഞാൻ ഡ്രാഗനെ കൊല്ലാൻ പോയപ്പോഴൊന്നും മരിച്ചു വീണില്ല. ഞാൻ ബാസ്റ്റർ റൈഡ് ചെയ്തപ്പോൾ മരിച്ചു വീണില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു അഹങ്കാരത്തിലല്ല ഞാൻ നടക്കുന്നത്. മനസ്സിലായില്ലേ? ഞാൻ എപ്പോഴും അലേർട്ടിലായിരിക്കും. ഒന്നും ഞാൻ അങ്ങനെ സൂക്ഷിക്കാതെ ചെയ്യാറില്ല. എല്ലാം ഞാൻ നല്ല ശ്രദ്ധിച്ചേ കളിക്കാറുള്ളൂ. എന്തോന്ന് 2 ശൽക്കർ ഐറ്റംസ് താഴെ പോകേണ്ട വിഷമം ഉണ്ടാകുന്ന? ഇല്ല. അതിനകത്ത് ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നല്ലോ. കുറച്ച് ഐറ്റംസ് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു ശൽക്കർ നിറച്ച് സ്റ്റോൺ ബ്രിക്സ്, ഒരു സ്റ്റാക്ക് ഹോപ്പർ, ഒരു സ്റ്റാക്ക് പെട്ടി, അങ്ങനെ കുറച്ച് ഐറ്റംസ് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അത് സാരമൊന്നുമില്ല. അത് നമുക്ക് പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുമ്പോൾ അതെല്ലാം തിരിച്ചു വരുന്ന നോക്കിയോ. വിഷമോ ആർക്ക്? എനിക്ക് എന്തോന്ന് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എലക്ട്ര പോയതിൽ വിഷമം ഉണ്ടാകുന്ന? എലക്ട്ര കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഒരുപാട് എലക്ട്ര എനിക്ക് വേറെ കിട്ടും. 10 എലക്ട്ര എനിക്കിപ്പോൾ വേറെ കിട്ടും. നോക്കിക്കോ. നീ എന്തോന്നാടാ സംസാരിക്കുന്നത്? മൈൻക്രാഫ്റ്റിനകത്ത് ഈ ഈസി ഗെയിമിനകത്ത് കുറച്ച് ഐറ്റംസ് താഴെ പോയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കരയാൻ പോകുന്നത്. നീ എന്തോന്ന് പറയുന്നത്? ഇപ്പൊ കരഞ്ഞ എന്തിരുന്ന? ഞാൻ കരഞ്ഞൊന്നുമില്ല. കണ്ണ് വേർക്കണത്. ഭയങ്കര ചൂട് തിരുവനന്തപുരത്ത്. കണ്ട ആൻവില് പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല. കണ്ട ഇപ്പൊ എല്ലാം ശരിയാവും. പോയതെല്ലാം ഇപ്പൊ ടപ്പേന്ന് തിരിച്ചു വരും. നോക്കിയോ. ഇപ്പൊ ഇന്ന് ഞായറാഴ്ച, നാളെ തിങ്കളാഴ്ച. അത്രേ ഉള്ളൂ ജീവിതം. ജീവിതത്തിലുള്ള ഒന്നിലോട്ടും നമ്മൾ ഒരുപാട് അങ്ങ് അറ്റാച്ച് ആവാൻ പാടില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? അങ്ങനെ അറ്റാച്ച് ആവുമ്പോൾ അത് പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നും. ഞാൻ അങ്ങനെ എൻ്റെ ഒരു ആർബറോ ഇലക്ട്രായിട്ട് അങ്ങനെ ഒരുപാട് അങ്ങനെ അറ്റാച്ച് അല്ലായിരുന്നു. പറഞ്ഞ മനസ്സിലായില്ലേ? അതുകൊണ്ട് അത് പോയോണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല. ഒരു ആർമർ പോയാൽ വേറെ ആർമർ, അത്രയല്ലേ ഉള്ളൂ. പിന്നല്ലാതെ ഐറ്റംസ് ഇന്ന് പോയാൽ നാളെ കിട്ടും. എന്തോന്നും ഞാൻ ഇത്ര എപ്പിസോഡ് ചെയ്തതല്ല ഞാൻ ഒന്നേന്ന് ചെയ്യണം. എനിക്കിനി ഇവിടെ പറയാൻ ടോപ്പിക് ഒന്നും ഇല്ലെന്ന്. എനിക്ക് പറയാൻ ഒരുപാട് ടോപ്പിക് ഉണ്ട്. അങ്ങനെ കണ്ടന്റ് ക്ഷാമമുള്ള മനുഷ്യനല്ല ഞാൻ വേണമെങ്കിൽ എന്റെ കുഞ്ഞുനാളിലെ കഥ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ പണ്ട് സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ നമ്മുടെ കാർട്ടൂൺ നെറ്റ്വർക്ക് ചാനലുണ്ട്. അപ്പോൾ അതിനകത്ത് വൈകിട്ടാവുമ്പോൾ ഏകദേശം ഒരു 6 മണിയോ 5 മണിയോ ആവുമ്പോൾ അതിനകത്ത് ബെൻഡൻ വരും. ഇപ്പോഴും ബെൻഡൻ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ആ സമയത്ത് ബെൻഡൻ വരും ടിവിയിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഷോ. എല്ലാ ദിവസവും ഞാനിരുന്ന് കാണുമായിരുന്നത്. എൻ്റെ മറ്റേ സ്റ്റിക്കർ എല്ലാം ഉണ്ടായിരുന്നു. നമ്മുടെ ഇത് നോട്ട്ബുക്കിന്റെ മേളിൽ ആ ഒരു പേര് എഴുതി ഒട്ടിക്കാൻ വേണ്ടി ഒരു സ്റ്റിക്കർ ഒട്ടിക്കുമല്ലോ. ആ ബെൻഡന്റെ പോലുള്ള സ്റ്റിക്കർ എല്ലാം എൻ്റെ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ സ്റ്റിക്കർ അതിൽ ഒട്ടിച്ചിട്ട് മിണ്ടാതിരിക്കുമോ. ടീച്ചർ ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ആ സ്റ്റിക്കറിന്റെ മേളിൽ പടം വരച്ചോണ്ടിരിക്കും. അങ്ങനെ ഞാൻ കുഞ്ഞുനാളിലെ വലിയ കലാകാരനായിരുന്നു. ആ കഥയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആ സ്റ്റിക്കർ വാങ്ങിച്ചാൽ ഒട്ടിച്ചത്. എന്നിട്ടും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന്റെ മേലിൽ വരച്ചിട്ട് ഞാൻ ചുരണ്ടിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ ഒന്നിലോട്ട് അധികം അറ്റാച്ച് ആവാറില്ല. എലക്ട്ര പോയതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. എന്തിനകത്തോട്ട് പോയിട്ട് ഒരു കറങ്ങിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടും 10 എലക്ട്ര. 10 10 20 കിട്ടും. വേണമെങ്കിൽ ഇപ്പോൾ ഒരു മെൻഡിങ് അൺബ്രേക്കിംഗ് ബുക്കും കൂടെ വാങ്ങണം. അത്രയല്ലേ ഉള്ളൂ. പൈസ ഒക്കെ എൻ്റെ ഒരുപാടുണ്ട്. ഞാൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ ആദ്യമായിട്ട് ആ ഒരു എൻട്രൈഡിന് പോയപ്പോൾ ഈ ഒരു പിക്കാസിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കണ്ട എഫിഷ്യൻസി 5 ഫോർച്യൂൺ 3 പിക്കാസ്, അടിപൊളി പിക്കാസ് ഉണ്ട്. അതെല്ലാം എൻ്റെ ഉണ്ട്. എനിക്ക് വിഷമമില്ല. ഒന്നും കൂടി ആ സ്നീക്ക് ബുക്ക് എടുക്കാൻ പോകണമെന്ന്. അത് ഞാൻ പയ്യെ പോയി എടുത്തോളാം. നമുക്ക് എലക്ട്ര എല്ലാം ഉണ്ടല്ലോ. അല്ല എലക്ട്ര ഇനിയിപ്പോൾ കിട്ടുമല്ലോ എലക്ട്ര. അപ്പോൾ ഞാൻ പയ്യെ പോയി എടുത്തോളാം. എന്തൊന്നും മിണ്ടാത്തത് പറയാമൊന്നുമില്ല എന്ന് എനിക്ക് പറയാൻ ഒരുപാടുണ്ട്. നമുക്ക് കടങ്കഥ പറഞ്ഞു കളിക്കാം. ഞെട്ടില്ല വട്ടയില പപ്പടം, മുറ്റത്തെ ചെപ്പിനടപ്പില്ല, കിണർ അങ്ങോട്ടാടും ഇങ്ങോട്ടാടും നേരെ നിന്ന് സത്യം പറയും, ത്രാസ്, ഓടും കുതിര ചാടും കുതിര, വെള്ളം കണ്ടാ നിൽക്കും കുതിര, ചെരുപ്പ്, മുള്ളുണ്ട് മുരിക്കല്ല, കൈപ്പുണ്ട് കാഞ്ഞിരമല്ല, പാവയ്ക്ക, 1000 പോലീസുകാർക്ക് ഒരു ബെൽറ്റ്, ചൂല്
ചൂല് ഉണ്ടാക്കുന്നവൻ ഉപയോഗിക്കുന്നുമില്ല, ഉപയോഗിക്കുന്നവൻ അറിയുന്നതുമില്ല. ശവപ്പെട്ടി. ഇത്രയും മാത്രം മതിയാ? അതാ ഞാൻ ഇനിയും ചെയ്യണോ? ഇന്നിതിപ്പോ 2ാമത്തെ പ്രാവശ്യമാണ് ഈ കാണുന്ന റീസസ് എല്ലാം ഞാൻ ഉണ്ടാക്കുന്നത്. എന്തോന്ന്? ഞാൻ താഴെ വീട് മറിച്ചപ്പോ സാധനം എല്ലാം താഴെ പോയിന്ന്? നീ എന്തോന്ന് പറയുന്നത്? അങ്ങനെ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഞാൻ ഇതെല്ലാം എടുത്തോണ്ട് പോയിട്ട് നെതറിലോട്ട് കയറി ബിൽഡാൻ നിന്നതാണ്. നിങ്ങൾക്ക് വെറുതെ തോന്നിയതായിരിക്കും. അപ്പോൾ നമ്മൾ എവിടെ നിർത്തിയത്? അത് തന്നെ, ഇതിന്റെ മേലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഉള്ള ആ ഒരു ബയോമ് നല്ല ചെറുതാണ്. ഇവിടെ ഒരു 10 ബ്ലോക്ക് ഏരിയ മാത്രമേ ഉള്ളൂ. പിന്നെ ബൈ ദ ബൈ, ഇന്ന് ഞാനൊരു സംഭവം കണ്ടുപിടിച്ച് അതെങ്ങനെയാണെന്ന് മാത്രം നിങ്ങൾ ചോദിക്കരുത്. ഈ ഒരു ഐലൻഡും താഴെയുള്ള ഒരു വോയിഡും ആയിട്ട് വെറും 15 ബ്ലോക്ക് ഗ്യാപ്പേ ഉള്ളൂ. അതായത് നമ്മൾ വീണ് കഴിഞ്ഞാൽ ഒരു ഡാമേജ് അടിക്കാൻ തുടങ്ങുമല്ലോ, ആ ഒരു പാർട്ടായിട്ട് ഇവിടുന്ന് 15 ബ്ലോക്ക് മാത്രമേ ദൂരമുള്ളൂ.